യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോനഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ എല്ലാവരും തന്നെ ആത്മീയമായ ദൈവരാജ്യത്തിൽ ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് ഇതിനോടകം തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുവാൻ കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ സാക്ഷാൽ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്ന് ഈ ഭൂമിയിൽ ആത്മീയ ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും നമ്മൾ നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. അതിന് നടുവിൽ നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമേറിയ കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള പ്രയാസത്തിന് നടുവിൽ ദൈവം നമ്മെ ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും അതേപോലെ തന്നെ വിജയകരമായി നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിപ്പാനുള്ള എല്ലാവിധമായ ആത്മീയ നിർദ്ദേശങ്ങളും ദൈവവചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഈ ദിവസങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ ഉപമ അത് സൂചിപ്പിക്കുന്നത് പ്രവചനികമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതായ മയക്കത്തെക്കുറിച്ചാണ്. അവിടെ നമ്മൾ 10 കന്യകമാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ 10 കന്യകമാർ അവർ ഓരോരുത്തരും ഓരോ വിളക്കെടുത്തുകൊണ്ട് ആയിരുന്നു. അവർ മണവാളനെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ മണവാളൻ വരുന്നത് താമസിച്ചപ്പോൾ അവർ ഉറങ്ങിപ്പോയെന്നും ഈ കന്യകമാർ വിളക്കെടുത്തപ്പോൾ 5 പേർ വിളക്കോടുകൂടെ എണ്ണയെടുക്കുകയും ബാക്കി 5 പേർ എണ്ണയെടുക്കാതെ വെറും വിളക്ക് മാത്രം എടുത്തുകൊണ്ടായിരുന്നു അവർ ആയിരുന്നത്. എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് മണവാളൻ താമസിച്ചപ്പോൾ അവർക്കുണ്ടായ മയക്കത്തെക്കുറിച്ചും അതുവഴി അവർ ഉറക്കത്തിലേക്ക് മാറിയതിനെക്കുറിച്ചുമാണ്. ഇത് സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ. ഇത് ഇന്ന് സഭ നേരിടുന്നതായ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരായ ആളുകൾ നേരിടുന്നതായ വലിയൊരു വെല്ലുവിളിയാണ് ഈ ആത്മീയമായ മയക്കം തുടർന്ന് ഉറക്കവും. ഇത് നിമിത്തം നമുക്കുണ്ടാകാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ. നമുക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ മയക്ക നിമിത്തം മാറിപ്പോകും. ഇന്ന് നമ്മൾ ഓരോരുത്തരും നേരിടുന്നതായ ഒരു പ്രശ്നമാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് പെട്ടെന്ന് വചനാനുസൃതമായി വിവേചിച്ചറിയുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനെല്ലാം തന്നെ കാരണമാകുന്നത് നമ്മുടെ മയക്കവും അതേപോലെ തന്നെ ഉറക്കവുമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഈ വിഷയങ്ങൾ നേരിടാനുള്ള ആത്മീയമായ വചനമാണ് നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഈ വചനഭാഗങ്ങൾ കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ആത്മീയ മയക്കം നമ്മെ പ്രാർത്ഥനരഹിതരാക്കുന്നു, പ്രാർത്ഥന ഇല്ലാത്തവരാക്കി മാറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 45-46 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഈ വാക്യത്തിന്റെ സാഹചര്യം നല്ല ബോധ്യമുണ്ടല്ലോ. കർത്താവ് യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ലോക പ്രശസ്തമായ പ്രാർത്ഥനയാണ്. രക്തം വിയർത്തു എന്നുപോലെ തന്നെ യേശു അവിടെ പ്രാർത്ഥിച്ചെന്നും തന്റെ പ്രാണവേദനയോടുകൂടിയുള്ള ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കല്ലേറ് ദൂരത്തോളം പോയി പ്രാർത്ഥിച്ചവനായ യേശുക്രിസ്തു മടങ്ങി തന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്നു. താൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവർ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ ആളുകളാണല്ലോ. നമ്മളെപ്പോലെ തന്നെ യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരായ ആളുകളായിരുന്നു ഈ ശിഷ്യന്മാർ. യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ യേശു കടന്നുപോയ എല്ലാവിധമായ പ്രതികൂലങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അവർ കടന്നു പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്, നമ്മളും അങ്ങനെ തന്നെയാണ് ധരിക്കേണ്ടത്. കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു കടന്നു പോയതായ അതേപോലെയുള്ള പ്രതികൂലത്തിലൂടെ നമ്മൾ കടന്നുപോകും. യേശുക്രിസ്തു നമുക്ക് മുമ്പായി കടന്നു പോകുമ്പോൾ യേശു കടന്നുപോയിട്ടുള്ളതായ പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആ ഒരു വാക്യത്തിന്റെ മറ്റൊരു ഭാഷാന്തരം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പോകുന്നതായ ഈ കഷ്ടതയുടെ നടുവില് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. പക്ഷെ പിശാച് നിങ്ങളെ പ്രലോഭിപ്പിച്ച്
നിങ്ങളെ ഒന്നുമല്ലാതാക്കുവാൻ ശ്രമിക്കാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിനെന്നാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ പരീക്ഷണങ്ങളുടെ നടുവിൽ പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നമ്മൾ പെട്ട് തളർന്നു പോകാതെ, തകർന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണം? യേശുക്രിസ്തു തന്നെ അതിനൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ യേശു പത്രോസിനോട് പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കണമേ. പത്രോസേ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പിശാച് ആലോചന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, പരീക്ഷയുടെയും പ്രലോഭനങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം എന്തു ചെയ്യുന്നു? നമ്മുടെ വിശ്വാസം പോകാതെ നമ്മെ സൂക്ഷിക്കും എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പ്രാർത്ഥിക്കുന്നത് പരീക്ഷ ഒഴിവാകുവാൻ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ ഒഴിവാകാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവം നമ്മോട് പറയുന്നു, നമ്മളെ ദൈവം പരീക്ഷയിലൂടെ തന്നെ കൊണ്ടുപോകും, പ്രലോഭനങ്ങളിൽ കൂടെ തന്നെ കൊണ്ടുപോകും. പക്ഷേ അവിടെ വീഴാതിരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പല ആളുകളും പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതേ എന്നുള്ളതാണ്. പല ആളുകളും പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കെടുതികൾ അല്ലെങ്കിൽ കഷ്ടതകൾ വരരുതേ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊക്കെ പറയട്ടെ, ദൈവം നമ്മെ കഷ്ടതയിലൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നു എന്ന് കാണുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പരീക്ഷ ഒഴിവാകാനല്ല. പലപ്പോഴും നമ്മൾ അവിടെ വളരെ ഡിസ്കറേജ്ഡ് ആകാറുണ്ട്. എന്താണ്, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും ഈ പരീക്ഷയിലൂടെ ഞാൻ കടക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരുന്നു, എന്നാൽ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വാസ്തവത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്, പരീക്ഷയുടെ നടുവിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ഈ പരീക്ഷ കഴിയുമ്പോഴും വളരെ ഉറപ്പോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നവനായും അതേപോലെ തന്നെ വിജയം കാണുന്നവരായും ഇരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നോക്കുക, പത്രോസിന്റെ ജീവിതം നോക്കിക്കേ. പത്രോസ് പരീക്ഷയിലൂടെ കടന്നുപോയി, പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തകരാത്ത ഒരു പത്രോസാണ്, തളർന്നു പോകാത്തൊരു പത്രോസാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശിഷ്യന്മാരുടെ എല്ലാം കൂട്ടത്തിൽ വെച്ച് ഒന്നാമനായി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പത്രോസ്, അതേ ആ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിലൂടെ 3000 പേര് രക്ഷിക്കപ്പെടുന്നതായ അതേ ഒരു അനുഭവം നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. പക്ഷെ മയങ്ങുമ്പോൾ നമുക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഈ ശിഷ്യന്മാരോട് യേശു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ വളരെ വിഷാദത്താൽ ഉറങ്ങുന്നത് യേശു കണ്ടു. വിഷാദത്താൽ ഉറങ്ങുന്നു. എന്താണ് സംഭവിച്ചത് ഇവിടെ? യേശു ക്രിസ്തുവിന്റെ പ്രാണവേദനയും വിഷാദം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈ ശിഷ്യന്മാർക്കും വിഷാദം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രാണവേദനയുടെയും വിഷാദത്തിന്റെയും നടുവിൽ യേശു നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നു. ഇതിന്റെ നടുവിൽ നാം പിതാവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഈ ശിഷ്യന്മാരുടെ അതേ കാര്യം യേശു പറയുന്നത്, നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം. പക്ഷേ ഈ വിഷാദം കാരണം ഇവർ ഉറങ്ങിപ്പോയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? അവർ പരീക്ഷയിലേക്ക് അകപ്പെട്ടു പോകും, അവർ ആ പരീക്ഷയിൽ കുടുങ്ങിപ്പോകും, പിശാച് അവരെ കീഴ്പ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷേ യേശു വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. അവർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവർ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. കർത്താവ് നമുക്കൊരു വലിയ മാതൃക കാണിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിൽ ആത്മീയമായ മയക്കവും അതുവഴി ഉറക്കവും സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകും. നിങ്ങൾക്ക് പ്രാർത്ഥന കുറവാണോ? നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയാണോ? അതിനർത്ഥം നിങ്ങൾ മയക്കത്തിലാണ് എന്നുള്ളതാണ്, അല്ല നിങ്ങൾ ഉറക്കത്തിലാണ് എന്നുള്ളതാണ്. ഇന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അതേ, മയക്കത്തിൽ നിന്നും നിങ്ങൾ എഴുന്നേൽക്കണം, ഉറക്കത്തിൽ നിന്നും നിങ്ങൾ എഴുന്നേൽക്കണം. അതേ, പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്.
പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളുടെ നടുവിൽ കുടുങ്ങിപ്പോകാതെ വേണം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും ആഗ്രഹവും വാഞ്ചയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇത് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ഉറങ്ങിപ്പോകുന്നവരാണ്, ഞങ്ങൾ മയങ്ങിപ്പോകുന്നവരാണ്. ഞങ്ങളുടെ പരീക്ഷയുടെ നടുവിൽ ഞങ്ങൾ ഉറങ്ങുന്നവരായി നിൽക്കുമ്പോൾ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഞങ്ങളായിരിക്കുന്നതെന്ന് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. യേശുക്രിസ്തു ഞങ്ങൾക്ക് മാതൃക കാണിച്ചതുപോലെ ഞങ്ങളുടെ പരീക്ഷയുടെ നടുവിൽ പരീക്ഷയിലൂടെ കടക്കേണ്ടി വന്നാലും പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അപേക്ഷിച്ച് ദൈവത്തിൻ്റെ സഹായം തേടി ഞങ്ങളുടെ പരീക്ഷകളെ അതിജീവിപ്പാനും പത്രോസിനെ പോലെ ജയാളികളെ തീരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീയ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും അവസരമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.